മുഴുവൻ പശ കൊണ്ട് നിറഞ്ഞ ഈ ഒരു റൂമിൽ 24 മണിക്കൂർ ഒരാളെ കൊണ്ട് താമസിക്കാൻ സാധിച്ചാൽ അയാൾക്ക് $30,000 ലഭിക്കും. കേൾക്കുമ്പോൾ കുറച്ച് എളുപ്പമായി തോന്നുമെങ്കിലും അവിടുത്തെ ചുമരും ഫ്രിഡ്ജും അതിലെ ഭക്ഷണവും കട്ടിലും ഉൾപ്പെടെ എന്തിനെ കക്കൂസിൽ വരെ മുഴുവൻ പശയാണ്. അതിന്റെ പണത്തിന് അത്യാവശ്യമുള്ള ഈ ഒരു പെൺകുട്ടി ഒന്നും നോക്കാതെ ആ റൂമിലേക്ക് കയറി. തൊട്ടടുത്ത നിമിഷം അവളുടെ കാല് മുഴുവൻ പശയിൽ ഒട്ടിപ്പിടിച്ചു. അടുത്തതായി അവൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി ഓരോ മണിക്കൂറിലും അവൾ ഓരോ ഡാർട്ട് എറിയണം. അതിൽ ഒന്നാമത്തെ ഡാർട്ട് അവൾ എറിഞ്ഞ് അതിൽ അവർ അവളോട് അവളുടെ ചെരുപ്പ് അഴിക്കാൻ പറഞ്ഞു. പക്ഷേ അവളുടെ വെറും കാല് നിലത്ത് തൊട്ടതും അവളെ കൊണ്ട് നടക്കാൻ പോലും പറ്റാതെ അവൾ അറിയാതെ ഒരു കസേരയിൽ ചെന്നിരുന്നു. വിചാരിച്ചതുപോലെ അവളുടെ പിൻഭാഗം അതിൽ ഒട്ടിപ്പിടിച്ചു. ഒരു വിധേന ചെയർ വലിച്ചു പറിച്ചു കളഞ്ഞവൾ അടുത്ത മണിക്കൂറായി അതിലേക്ക് രണ്ടാമത്തെ ഡാർട്ട് എറിഞ്ഞു. അതിലവൾ ചെയ്യേണ്ടത് പശ കൊണ്ട് നിറഞ്ഞ ഫ്ലോറിൽ കടന്ന് അവൾ 100 സിറ്റപ്പ് എടുക്കണം. വേറെ വഴിയില്ലാതെ വളരെ കഷ്ടപ്പെട്ട് അതും ചെയ്തു തീർത്ത് അവൾക്ക് ഇപ്പോൾ ദാഹിക്കാൻ ആരംഭിച്ചു. ഫ്രിഡ്ജിൽ വെള്ളമുണ്ടെന്ന് കരുതി അവൾ അതിലെ ക്യാൻ എടുത്തതും അത് തുറക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ അതിൽ മുഴുവൻ പശയാണ്. കൂടാതെ ടോയ്ലറ്റിൽ പോയി ഒന്നും മുള്ളാൻ പോലും പറ്റാതെ അടുത്ത മണിക്കൂർ കഴിഞ്ഞ് അവൾ മൂന്നാമത്തെ ചലഞ്ച് നോക്കി. പക്ഷേ ഭാഗ്യത്തിന് അതിൽ അവൾക്ക് പശയില്ലാത്ത ഒരു സ്ക്വയർ ഫീറ്റ് സ്ഥലം കിട്ടി. അത് വളരെ ചെറുതാണെങ്കിലും ഒരു സ്ഥലത്ത് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റിയവൾ അടുത്ത ചലഞ്ച് എന്താണെന്ന് നോക്കി അവൾക്ക് പശ കഴുകി കളയാൻ പറ്റുന്ന ഒരു ലിക്വിഡ് കിട്ടി. അങ്ങനെ അന്ന് രാത്രി കിട്ടിയ കുറച്ച് സ്ഥലത്ത് അവളുടെ തല വെച്ച് അവൾ കിടന്നുറങ്ങി. പിറ്റേ ദിവസം ആ മത്സരത്തിൽ വിജയിച്ച് അവൾ സേഫായി പുറത്തേക്ക് വരുന്നു.